കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഈശോയെ നമുക്ക് ആരാധിക്കാം, ഈശോയെ നമുക്ക് സ്തുതിക്കാം, ഈശോയെ മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ അനന്ത സ്നേഹത്തിനും സാന്നിധ്യത്തിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കാം. ഇതാ ഈശോ ഇയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന നിമിഷം ജീവിക്കുന്ന കർത്താവ് ജീവിക്കുന്നവനായി ഇയാൾ താരയിൽ എഴുന്നള്ളിയിരിപ്പുണ്ട്. മോളെ, ലോകത്തിന്റെ ഏതു കോണിലാണ് നീ? ജീവിതത്തിന്റെ ഏതു പ്രതിസന്ധിയാണ് നിന്നെ അലട്ടുന്നത്? നിന്റെ സ്വകാര്യ ദുഃഖത്തിന്റെ ഏതു മേഖലയിലൂടെയാണ് നീ ഇപ്പോൾ കടന്നു പോകുന്നത്? ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കേ, കർത്താവ് നിന്നെ കാണുന്നുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ നിന്നെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. യേശുവിന്റെ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ സകല മേഖലകളിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വിഷയമെന്ന് നമ്മൾ അറിയണം. ഈശോയെ, പരിശുദ്ധാത്മാവിലൂടെ നിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ ചൊരിയണമേ എന്നെല്ലാ മക്കളും പ്രാർത്ഥിക്കുക. നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ട വിഷയങ്ങൾ പരിശുദ്ധാത്മാവിനറിയാം. ഈ ആരാധന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. ആത്മാവേ സഹായിക്കാൻ പറ. അപ്പോൾ ആത്മാവ് നമ്മളെ സഹായിക്കുക. അങ്ങനെ ചില ഓർമ്മപ്പെടുത്തേണ്ട, നമ്മുടെ ആത്മരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ മറന്നു കിടക്കുന്ന ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മപ്പെടുത്തി തരും. ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തി ആത്മനാശത്തിന്റെ വഴിയിലാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മപ്പെടുത്തി തരും. പാപത്തിലായിരിക്കുന്ന വ്യക്തി ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തരും. അവിശ്വസ്തതയിൽ കഴിയുന്ന വ്യക്തിയിൽ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കില്ല എന്ന് ആത്മാവ് തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചാൽ മതി. ആത്മാവെ സഹായിക്കണമേ, ആത്മാവെ അഭിഷേകം ചെയ്യണമേ, ആത്മാവെ വിശുദ്ധീകരിക്കണമേ, ആത്മാവിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഈ നിമിഷങ്ങളിൽ എല്ലാവരും ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഈശോയെ 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 എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അത് ഒരു ആരാധനയായിട്ട് മാറണം. നിന്റെ അധരങ്ങളിൽ നിന്നും യേശുവേ 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 ആ സ്വരം ഒരു ആരാധനയായിട്ട് ഈ നിമിഷം മാറട്ടെ. യേശുവേ യേശു യേശുവേ യേശു യേശുവേ യേശു യേശുവേ യേശുവേ യേശു യേശുവേ യേശു യേശുവേ യേശു യേശുവേ. മുട്ടുകുത്തി കരങ്ങൾ യാചനാപൂർവം പിടിച്ച് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. യേശുവിൻ്റെ ആശീർവാദം നമ്മുടെ മേൽ ആർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മേൽ, ലോകം മുഴുവൻ്റെ മേലും കർത്താവിൻ്റെ ആശീർവാദം കടന്നു ചെല്ലാൻ ആഗ്രഹിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം.